إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. പരിശുദ്ധ റമളാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച നമ്മൾ അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. റമളാനിലെ പിന്നിട്ട കഴിഞ്ഞ ദിനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിനങ്ങളെ ഏതു രൂപത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയതെന്ന ഒരു വിലയിരുത്തൽ നടത്തേണ്ടുന്ന സന്ദർഭമാണിപ്പോൾ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ റമളാനിനെ ഖുർആനിന്റെ പാരായണത്തിനു വേണ്ടി, പഠനത്തിനു വേണ്ടി എത്ര സമയം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. പാപമോചനത്തിന്റെ മാസമായ റമളാനിനെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള ഒരു സന്ദർഭമായി കണ്ട് ആ നിലക്കുള്ള ഒരു മടക്കം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ആദർശ മേഖലക്ക് കരുത്തു പകരുന്ന ബദറിന്റെ സ്മരണകൾ അയവിറക്കിയ നമ്മൾ നമ്മുടെ ആദർശത്തിന്റെ സത്യസന്ധത നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏതാനും നോമ്പുകൾ മാത്രമാണ്. നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ച പാപങ്ങളെ കഴുകിക്കളയുന്നതിനുള്ള, പൊറുപ്പിക്കുന്നതിനുള്ള ഒരു സുവർണാവസരമാണ് പരിശുദ്ധ റമളാൻ. മനുഷ്യരിൽ പ്രവാചകന്മാരൊഴിച്ച് എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇത്ര കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം തദ്നിബു ലദഹബല്ലാഹു ബികും വലജാഅ ബിഖൗമിൻ യദ്നിബൂൻ ഫയസ്തഗ്ഫിറൂന അല്ലാഹ തആല ഫയഗ്ഫിറു ലഹും. നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് പോക്കിക്കളഞ്ഞ മറ്റൊരു ജനവിഭാഗത്തെ കൊണ്ടുവരികയും അവർ തെറ്റ് ചെയ്യുകയും
ആ തെറ്റിന് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, ലൗ ബലഗത് ദുനൂബക അനാന സമാ, മേഘം മുട്ടെ നീ പാപം ചെയ്താലും എന്നിലേക്ക് പശ്ചാത്തപിച്ച് നീ വരികയാണെങ്കിൽ ഗഫർതു ലക വലാ ഉബാലി, നിനക്ക് ഞാൻ പുറത്തു തരും, അതെനിക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ തെറ്റമ്പാടും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് ഗഫൂറായ ഗഫാറായ റഹ്മാനായ റബ്ബ് പശ്ചാത്താപ മനസ്സുള്ളവരുടെ പാപങ്ങളെ പുറത്തു തരാൻ, അവരുടെ തൗബ സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് എപ്പോഴും സന്നദ്ധനാണ് എന്ന സുവിശേഷമാണ് ഇതിലൂടെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ മുഹ്സിനീങ്ങൾ ആരാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോ ഒരു തെറ്റും ചെയ്യാത്തവരാണ് എന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ, അവരുടെ പക്കൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ, ഔ ളലമു അൻഫുസഹും, തങ്ങളോട് തന്നെ അക്രമം ചെയ്താൽ, ഉടനെ തന്നെ അവരുടെ പ്രത്യേകത ദക്കറുല്ലാഹ്, അല്ലാഹനെ ഓർക്കും അവർ. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് അല്ലാഹുവോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ പാപം പൊറുക്കാൻ ആരാ ഉള്ളത്? അവരുടെ പ്രത്യേകത വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല എന്നതാണ്. അപ്പൊ മനുഷ്യരുടെ പക്കൽ നിന്ന് തെറ്റ് വരും, അവർ തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യരെ കൊണ്ട് പരമാവധി പിശാച് തെറ്റ് ചെയ്യിക്കുക തന്നെ ചെയ്യും. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതാണ്. അപ്പണി അവൻ ഇബ്ലീസ് അന്നും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇബ്ലീസ് പറഞ്ഞതായി, ഇന്ന ഇബ്ലീസ ഖാല അഹ്ലത്തുഹും ബിദ്ദുനൂബ്, ഇബ്ലീസ് പറയാണ്, ഞാൻ മനുഷ്യരെ പാപം കൊണ്ട് നശിപ്പിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു? ഫഅഹ്ലകൂനി ബിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ കൊണ്ട് എന്നെ നശിപ്പിച്ചു. എന്നിട്ട് പറയാൻ ഫലമ്മാ റഅയ്തു ദാലിക്, അവരങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കണ്ടപ്പോ അഹ്ലത്തുഹും ബിൽ അഹ്വാ, ഇച്ഛകൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ അവരെ നശിപ്പിച്ചപ്പോ ഫഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ഇച്ഛകൾ ഇട്ട് കൊടുത്തപ്പോ അവർ വിചാരിച്ചു അവർ സന്മാർഗികളാണ് എന്ന്. അപ്പോ ഫലാ യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്യാത്തവരായി മാറി. അപ്പൊ റബ്ബിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് മടങ്ങണം. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷാ കവചമായി 2 കവചങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പൊതു ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുന്ന 2 രക്ഷാ കവചങ്ങൾ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 രക്ഷാ കവചങ്ങളാണ് ഇവിടെയുള്ളത്. കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാഹ് റുഫിഅ അഹദുഹുമ, അവയിൽ ഒന്ന് ഉയർത്തപ്പെട്ടു, ഫദൂനകും അൽ-ആഖർ, ഒന്ന് ഇവിടെ ഇപ്പോഴുമുണ്ട്, ഫതമസ്സകൂ ബിഹി, അതുകൊണ്ട് അവയെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതാണ് ഒന്ന് ഉയർത്തപ്പെട്ട ഒന്ന്? ഏതാണ് അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പൊതുശിക്ഷയ്ക്ക് ഈ ഉമ്മത്ത് വിധേയമാവുകയില്ല. പ്രവാചകൻ മരണപ്പെട്ടു, നമ്മളിൽ നിന്ന് വിടവാങ്ങി, അത് നഷ്ടപ്പെട്ടു. ഇനി ഒന്നുള്ളത് രണ്ടാമത്തേത് ഫഹുവൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാറാണ്. പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിൽ ഉണ്ടായിരിക്കെ അവരെ നശിപ്പിക്കപ്പെടുന്നതല്ല, ശിക്ഷിക്കപ്പെടുന്നതല്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഒരിക്കലും തന്നെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് കറകളഞ്ഞ ഹൃദയവുമായി റഹ്മാനായ റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പക്കൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാ ഫി ഖൽബി, കറുത്ത ഒരു പുള്ളി, ഒരു കുത്ത്, നുക്ത അവന്റെ ഹൃദയത്തിൽ വീഴുമെന്നാണ്. ഒരു മുഅ്മിൻ അവനൊരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത നുക്ത വീഴുമെന്നാണ്.
അവൻ തൗബ ചെയ്ത് പശ്ചാത്താപ മനസ്സോടുകൂടി റബ്ബിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അതവിടുന്ന് മായ്ക്കപ്പെടും. അതല്ല വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ട് ആ കറുത്ത കുത്ത് പുള്ളി അത് കട്ടിക്കൂടി വന്ന് അതൊരു കറയായി മാറും. ആ കറ പുരണ്ട ഹൃദയവുമായിട്ടാണ് റബ്ബിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതെങ്കിൽ രക്ഷയില്ല. പരിശുദ്ധ ഖുർആൻ ആ കറയെ സംബന്ധിച്ചാണ് പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ചെയ്തികൾ നിമിത്തം അവരുടെ ഹൃദയത്തിൽ ഇതാ കറ പുരണ്ടിരിക്കുന്നു എന്നത്. ആ കറ പാപക്കറയാണ്. ആ പാപക്കറയെ പൂർണ്ണമായും മായ്ക്കപ്പെട്ടു വേണം തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, പശ്ചാത്താപ മനസ്സോടുകൂടി റബ്ബിലേക്ക് മടങ്ങി ശുദ്ധമായ ഹൃദയത്തോടു കൂടി വേണം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കറകളഞ്ഞ ഹൃദയവുമായിട്ട് വേണം നാളെ റബ്ബിന്റെ മുന്നിലേക്ക് നമുക്ക് ചെല്ലാൻ. ഒരു തെറ്റും ചെയ്യാത്ത മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മളോട് പറഞ്ഞത് വഇന്നി ലഅസ്തഗ്ഫിറു ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100 തവണ ഞാൻ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, തെറ്റ് കാണുന്ന, തെറ്റ് കേൾക്കുന്ന, തെറ്റ് പറയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അപ്പൊ റബ്ബിലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാറിന് ചോദിക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു അഹദൻ അക്സറ അൻ യഖൂൽ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് മടങ്ങിയിരുന്നുവെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും അധികം ആശ്വാസമേകുന്ന ഒരു ആയത്തുണ്ട്. പരിശുദ്ധ ഖുർആനിലെ മൊത്തം ആയത്തുകൾ പരിശോധിച്ചാൽ എല്ലാ മനുഷ്യനും അങ്ങേയറ്റം ആശ്വാസം പകരുന്ന ഒരു ആയത്ത്. ആമുഖമായി ഞാൻ കേൾപ്പിച്ച വചനം അതാണ്. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, യാ ഇബാദിയ, അല്ലാഹു വിളിക്കുന്നത് നോക്കൂ നിങ്ങൾ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് വിളിച്ചത് ആരെയാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത എന്റെ അടിമകളെ, പാപികളെയാണ് വിളിച്ചത് എന്റെ അടിമകളെ എന്നത്. എന്നിട്ട് അവരോട് പറയാം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. കാരണം അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുക അവിശ്വാസികളാണ്, കാഫിറുകളാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാ പാപവും നിങ്ങൾക്ക് പുറത്തു തരും. വീണ്ടും പറയാണ്, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. തൗബ ചെയ്ത ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പശ്ചാത്താപ മനസ്സുണ്ടോ, ആ തെറ്റ് ഇനി ആവർത്തിക്കുകയില്ല എന്നും ആ തെറ്റ് സംഭവിച്ചതിൽ ഖേദമുണ്ടാവുകയും അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന ദൃഢനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് നമുക്കത് പുറത്തു തരും. ആ നിലക്ക് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ 3 ആളുകൾ കടന്നു വരാം. ഒരാൾ വന്ന് പറയുന്നത്, ഇന്ന സമാഅ ലം തുംതിർ അജ്ദബത്തിൽ അർള് ഫലം തംബുത്, മഴയില്ല, മഴ പെയ്യുന്നില്ല, ഭൂമിയൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ്, ഒന്നും മുളക്കുന്നില്ല. അദ്ദേഹത്തോട് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇസ്തഗ്ഫിരില്ലാ, ഇസ്തിഗ്ഫാർ ചെയ്തോ. മറ്റൊരു വ്യക്തി പറയാൻ, അഷ്കുൽ ഐല, ദാരിദ്ര്യത്തെ പരാതിപ്പെട്ടുകൊണ്ട് ഇല്ലായ്മയെ പറഞ്ഞുകൊണ്ട് ഒരാൾ കടന്നു വരാൻ, അദ്ദേഹത്തോടും പറയാൻ, ഇസ്തഗ്ഫിരില്ലാ, ഇസ്തിഗ്ഫാർ ചെയ്തോ. ഒരു സ്ത്രീ വരികയാണ്, കുട്ടി ജനിക്കാഞ്ഞിട്ട്, സന്താനമില്ലാഞ്ഞിട്ട്, സന്താന സൗഭാഗ്യം ഇല്ലാത്ത കാരണത്താൽ പരാതിയുമായി വരികയാണ്. അവരോടും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്തോ. ഇത് കേട്ടിരിക്കുന്നവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, വരുന്ന ആളുകളൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്, പക്ഷെ എല്ലാവരോടും ഒറ്റ മറുപടിയാണല്ലോ താങ്കൾ പറയുന്നത്. അതെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂഹിൽ അല്ലാഹ് പറഞ്ഞു, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം.
അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് ദുനിയാവിലും ധാരാളം നേട്ടങ്ങൾ ലഭിക്കും. ആ നേട്ടങ്ങൾ സൂറത്തു നൂഹിൽ അല്ലാഹ് എടുത്തു പറഞ്ഞു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ അവൻ നിങ്ങൾക്ക് നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, സമ്പത്ത് നിങ്ങൾക്ക് നൽകും, മക്കളെ നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, അരുവികൾ, നദികൾ ഉണ്ടാക്കി തരും. ഇങ്ങനെ ഭൗതികമായ ഒരുപാട് ഗുണങ്ങളും ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ലീഖിൻ മഖ്റജ, ആരാണോ ഇസ്തിഗ്ഫാർ പതിവാക്കുന്നതെങ്കിൽ എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷാമാർഗം അല്ലാഹു അവൻ ഉണ്ടാക്കി കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ, എല്ലാ മനക്ലേശത്തിൽ നിന്ന്, എല്ലാ ദുഃഖത്തിൽ നിന്ന് അവന് ആശ്വാസം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവന് റിസ്ക് കൊടുക്കും. പരിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ പാപക്കറ മായ്ച്ചു കളയുക എന്നത്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക എന്നത്. പാപരഹിതനായി പ്രസവിക്കപ്പെട്ട ഒരു നവജാത ശിശുവിനെ പോലെ നമ്മൾ ഈ റമദാൻ കഴിയുമ്പോ ശുദ്ധരായി മാറേണ്ടതുണ്ട്. ഹദീസുകളിൽ നമ്മളൊക്കെ നിരന്തരമായി കേൾക്കുന്ന ഒരു വിഷയമാണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്നത്. ഇത് പല കർമ്മങ്ങളെ സംബന്ധിച്ചും ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ആ കർമ്മങ്ങളാകട്ടെ ദിനേന നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ്. റമദാനിന്റെ പകലിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, റമദാനിന്റെ രാത്രിയിൽ നമ്മൾ നമസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞു. ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില നിവേദനത്തിൽ കാണാം, റമദാൻ എത്തി പാപം പൊറുക്കാത്തവനാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു, അല്ലാഹു അവനെ അകറ്റട്ടെ. അവൻ നരകത്തിൽ പ്രവേശിച്ചു, അല്ലാഹു സുബ്ഹാനഹു തആല അവനെ വിദൂരത്താകട്ടെ. മറ്റൊരു പ്രയോഗം റഗിമ അൻഫു റജുലിൻ, റഗിമ അൻഫു റജുലിൻ എന്നാണ്. ഒരു മനുഷ്യൻ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ എന്നാണ് അതിനർത്ഥം. അരവൻ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫറു ലഹു, റമളാൻ വന്നു കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ ആ റമളാനിലൂടെ പൊറുക്കപ്പെടാത്തവൻ തുലയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എത്ര ഗൗരവത്തിൽ നമ്മൾ അതിനെ കാണണം. റമളാൻ മാസം എന്നത് ഷഹ്റുൽ മഗ്ഫിറയാണ്, പാപമോചനത്തിന്റെ മാസമാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് ചെയ്യുമ്പോ അത് ആ ഉദ്ദേശത്തിൽ തന്നെ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മൾ കേട്ട ഹദീസാണ് കഴിഞ്ഞ ഖുതുബയിലും, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് അനുഷ്ഠിക്കുമ്പോ ഈമാനിന് വേണ്ടിയാണ്, ഇഹ്തിസാബിന് വേണ്ടിയാണ്, പ്രതിഫലം കാംക്ഷിച്ചാണ്. അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഇന്നലകളിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന നിയ്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, മൻ ഖാമ റമളാന, മറ്റേത് മൻ സ്വാമ റമളാന, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രാത്രി നിസ്കരിക്കുമ്പോൾ ആ ഒരു നിയ്യത്തും ഉണ്ടാകണം, ഇതിലൂടെ എന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ വീണ്ടും പഠിപ്പിച്ചു, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ആരാണോ നിന്ന് നിസ്കരിക്കുന്നത് അവന് ഇന്നലെ വരെയുള്ള പാപങ്ങൾ, അവന്റെ മുമ്പ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്നത്. 1000 മാസത്തേക്കാൾ ഉത്തമം, ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസം പുണ്യം ചെയ്ത പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് വലിയ ഓഫർ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം.
83 വർഷം അമല് ചെയ്ത കൂലി ഒറ്റ രാത്രി കൊണ്ട്, ഈ ഒരൊറ്റ രാത്രി നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ് 83 കൊല്ലം നമ്മൾ ചെയ്തതിനുള്ള കൂലിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഏറ്റവും വലിയ ഓഫറാണ്. ആ ഹദീസ് പറഞ്ഞപ്പോഴും അവിടെയും പറഞ്ഞു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നത്. ഇത് റമദാൻ അല്ലാത്ത മാസത്തിലും ചില കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റമദാനിലും അല്ലാത്ത സമയത്തും. ഉദാഹരണമായി ഇപ്പൊ നമസ്കാരത്തിൽ ഇദാ അമ്മനൽ ഇമാം ഫഅമ്മിനു, ഇമാം ആമീൻ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളും ആമീൻ ചൊല്ലണം. ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങളുടെ ആമീൻ അതുപോലെ തന്നെ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്ന്. ചില നിവേദനങ്ങളിൽ വഇദാ ഖറഅ വലല്ലാലീൻ ഫഖൂലു ആമീൻ, ഇമാം വലദ്ദാലീൻ എന്ന് ചൊല്ലുമ്പോ നിങ്ങൾ ആമീൻ പറയണം, പക്ഷെ ഇമാമിനെ മുൻകടക്കരുത്. ഇമാം ആമീൻ പറയുമ്പോ ഇമാമിനൊപ്പം ആമീൻ പറയുക. അപ്പൊ മലക്കുകൾ ആ സന്ദർഭത്തിലാണ് ആമീൻ പറയുക. ആ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. തറാവീഹ് നിസ്കരിക്കുമ്പോ ഇമാമിന് ഒപ്പം എത്ര തവണ നമ്മൾ ആമീൻ പറയുന്നുണ്ട്. ഉറക്ക ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ ആമീൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ ആമീൻ പറയുമ്പോ ഇതിലൂടെ എന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാകണം എന്നർത്ഥം. അതുപോലെ മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാറുണ്ട്. അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റദീതു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ നബിയ്യ എന്ന് ചൊല്ലിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ബാങ്ക് വിളിച്ച ശേഷം ഇത് ചൊല്ലാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമതി വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ ചൊല്ലേണ്ടതാണ് ഇതും. അതിലും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. റമദാനിലും ബാങ്ക് കേൾക്കുന്നു, അല്ലാത്ത സമയത്ത് നമ്മൾ ബാങ്ക് കേൾക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നതാണ്. മറ്റൊന്ന്, മഹാനായ സ്വഹാബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ കാണാം, അദ്ദേഹം വുളൂ ചെയ്ത് തന്റെ അനുഭവത്തെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. വുളൂ ചെയ്തിട്ട് പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, പ്രവാചകൻ ഏറ്റവും നന്നായി വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ആരാണോ ഇതുപോലെ വുളൂ ചെയ്തതെങ്കിൽ ثم خرج الى المسجد, എന്നിട്ട് അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യൻഹസുഹു ഇല്ല സ്വലാ, പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോ നമസ്കാരമല്ലാതെ അവന് മറ്റൊരു ലക്ഷ്യവുമില്ല, അവനെ പുറത്തിറക്കിയത് നമസ്കാരമാണ്. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അതുവഴി പൊറുക്കപ്പെടുമെന്നാണ്. വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുന്നു. വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂ, ഏറ്റവും നന്നായി അവൻ വുളൂ ചെയ്തു. സുമ്മ സ്വല്ല റക്അത്തൈൻ, എന്നിട്ട് വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് അവൻ നമസ്കരിച്ചു. പക്ഷേ എങ്ങനെ നമസ്കരിക്കണം? ലാ യസ്ഹു ഫീഹിമാ, ലാ യസ്ഹു ഫീഹിമാ, അതിനിടയിൽ സഹ്വ് പാടില്ല, അശ്രദ്ധ വരാൻ പാടില്ല, മറവി വരാൻ പാടില്ല. ശരീരം മുസല്ലയിലാണ്, മനസ്സ് ചന്തയിലുമാണെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് സഹ്വ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സഹ്വ് സംഭവിക്കാതെ പൂർണ്ണ മനസ്സാന്നിധ്യത്തോടു കൂടി നമസ്കരിച്ചാൽ, ചില റിപ്പോർട്ടുകളിൽ മുഖവും ഖൽബും അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് വുളൂഇന്റെ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അതുവഴി പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞാൽ ഹംദ് ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി മൻ അകല തുആം ഫഖാല അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പല പ്രയോഗങ്ങളുമുണ്ട്, ഭക്ഷണത്തിന് ശേഷമുള്ള ഹംദിന്റെ പല പ്രയോഗങ്ങളുമുണ്ട്. അതിൽ ഒന്നാണിത്.
ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പൊ വിശുദ്ധമായ മഗ്ഫിറത്തിന്റെ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമളാനിലെ മഗ്ഫിറത്ത് നൽകപ്പെടുന്ന, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കപ്പെട്ട് നരകമോചനം നൽകപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്ന അവസരത്തിലാണ് നമ്മളുള്ളത്. ഈ അവസരങ്ങൾ നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ദിനേന ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ ചെയ്യുമ്പോ ഈ സന്തോഷ വാർത്ത അറിയിച്ചത് അത് ഓർത്തുകൊണ്ട് ചെയ്യണം. അഥവാ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും അവയെ ഓർക്കാൻ നമുക്ക് കഴിയണമെന്നർത്ഥം. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന വിഷയം പ്രത്യേകമായി ഹദീസിൽ വന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഈ നിലക്ക് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നല്ലാതെ വന്നതുണ്ട്. ഉദാഹരണമായി പള്ളിയിലേക്ക് വുളൂ ചെയ്ത് ഫർള് നമസ്കാരം കാത്തിരുന്നു കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗുഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ആ നിലക്ക് പല കർമ്മങ്ങളും ഉണ്ട്. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വരുമ്പോ മൻ തതഹറ ഫീ ബൈതിഹി ثم مضى الى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطواته احداهما تحط خطيئة والاخرى ترفع درجة. احداهما تحط خطيئة. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് വെക്കുന്ന ഒരു കാലടി ഒരു പാപത്തെ പൊറുപ്പിക്കുന്നു, അടുത്ത കാലടി ദറജ ഉയർത്തുന്നു. അപ്പൊ ഇത്തരത്തിൽ പാപം പൊറുപ്പിക്കുന്ന ധാരാളം കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ഊന്നി പറഞ്ഞത് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന വിഷയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ മുമ്പ് നടന്ന ഒരു സംഭവം. ഒരു സ്വഭാവ ദൂഷ്യമുള്ള, ലൈംഗിക സദാചാരം കാത്തു സൂക്ഷിക്കാത്ത മോശപ്പെട്ട ഒരു പെണ്ണ്, അവളിൽ നിന്ന് ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരു നായക്ക് അവളുടെ ഷൂ അഴിച്ചോ അതിന് വെള്ളം കൊടുത്ത കാരണത്താൽ അവളുടെ പാപങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തു. എങ്കിൽ മുഅ്മിനായ മുത്തഖിയായ നോമ്പുകാരനായ ഒരാൾ അല്ലാഹുവോട് പാപമോചനം തേടുമ്പോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ റമളാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നിരിക്കാം. നമ്മുടെ മനസ്സാക്ഷി ആ തെറ്റുകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ആ തെറ്റുകൾ ഒരിക്കലും പുറത്ത് പരസ്യപ്പെടുത്താതെ നമ്മളും റബ്ബും അറിയുന്നവയാണത്, മറ്റൊരാൾക്കും അത് അറിയില്ല. റഹ്മാനായ റബ്ബ് അവൻ സിദ്ദീറാണ്. അതുകൊണ്ടാണ് അത് പുറത്തറിയാതെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് മറച്ചു വെച്ചു തന്നത്. അല്ലാഹ് മറച്ചു വെച്ചതിനെ നമ്മൾ ഒരിക്കലും തന്നെ പരസ്യമാക്കാൻ പാടില്ല. ആ വിഷയങ്ങളെ എടുത്തു വെച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങി പാപരഹിതരായിട്ട് വേണം ഈ റമളാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകാൻ. ആ നിലക്ക് പാപരഹിതരായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, കാന ഇദാ ദഖലൽ അശർ, അവസാനത്തെ 10 കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? അഹ്യൽ ലൈൽ, പ്രവാചകൻ രാത്രിയെ സജീവമാക്കും, ജീവിപ്പിക്കും. വശദ്ദൽ മിഅ്സർ, അരയുടുപ്പ് മുറുക്കിയുടുക്കും എന്ന് പറഞ്ഞാൽ ഒരുങ്ങും, തയ്യാറാകും. വഅയ്ഖല അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തും, രാത്രിയെ ജീവിപ്പിക്കും. രാത്രി നമസ്കാരം കൊണ്ടും അതുപോലെ തന്നെ ഇഅ്തികാഫ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും അവസാനത്തെ 10 രാത്രികളെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിക്കുമെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്. അവർ തന്നെ പറയുന്നു, കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് വഫാത്താക്കുന്നത് വരെ, പ്രവാചകന്റെ മരണം വരെ പ്രവാചകൻ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം ഏറ്റവും അധികം ഇബാദത്തിൽ മുഴുകേണ്ട, രാത്രിയെ സജീവമാക്കേണ്ട ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിടയിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ സ്വതക്ക ഒന്നും തന്നെ ഒരിക്കലും സ്വതക്ക നമ്മുടെ സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു, വമാ അൻഫഖതും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. എന്ത് നിങ്ങൾ കൊടുത്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകിക്കൊണ്ടിരിക്കും. എന്നും രാവിലെ 2 മലക്കുകൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ യൻസിലാൻ. 2 മലക്കുകൾ ഇറങ്ങി വരും. ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. അല്ലാഹുവേ, കൊടുക്കുന്നവന് നീ വീണ്ടും വീണ്ടും കൊടുക്കണേ, പകരം കൊടുക്കണേ എന്ന് ഈ മലക്ക് പ്രാർത്ഥിക്കും. അടുത്ത മലക്ക് പ്രാർത്ഥിക്കും, ഫയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. അല്ലാഹുവേ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കണേ. മലക്കിന്റെ പ്രാർത്ഥനയാണ്. മലക്കളുടെ പ്രാർത്ഥന എന്നത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതിൽ ഒരിക്കലും നമുക്ക് കുറവ് വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വഴിക്കത് നൽകിക്കൊണ്ടിരിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ്. ഏറ്റവും അധികം പ്രവാചകൻ ജനങ്ങളിൽ ഏറ്റവും അധികം ഔദാര്യവാനായിരുന്നുവെന്നാണ്. വകാന അജ്വദുൻ നാസി മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. റമളാനിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം അജ്വദായിരുന്നു, ഔദാര്യം കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു. നമുക്കറിയാം, അന്ന് പ്രവാചകനും സ്വഹാബത്തും ഒക്കെ ജീവിച്ച സാഹചര്യം അങ്ങേയറ്റം പട്ടിണിയിലായിരുന്നു, ദാരിദ്ര്യത്തിലായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത് ഏറ്റവും അധികം ഔദാര്യവാനായിരുന്നു എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമ മാതൃകയാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾ, അതുപോലെ നന്മയുടെ എന്തെല്ലാം സംരംഭങ്ങളുണ്ടോ അതിനെല്ലാം നൽകാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാവണം. ആ നിലക്ക് ശുദ്ധരായി, സുഹൃത്തവാന്മാരായി, മുഹ്സിനീങ്ങളായി നാളെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകൾ കൊണ്ട് കൂടുതൽ ധന്യമാക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകളെല്ലാം റഹ്മാനായ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صلاتنا وصيامنا وقيامنا ودعاءنا يا رب العالمين وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.